ചെയ്യണോ? ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഷഫ്ന അടിക്ക് 40 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇഷ്ടായി നിനക്ക് തരായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പറ. വെൽക്കം ബാക്ക് ടു ഷഫ്ന ഷാഫ്. എന്റെ ചാനൽ. നമ്മളങ്ങനെ എങ്ങോട്ടാണ് പോകുന്നത്? ആർദ്ര പറയൂ. ഓക്കെ, ആദ്യം പറയൂ, നമ്മൾ എവിടെയാണ് പോകുന്നത്? നമ്മൾ ബ്രോഡ്വേ. നമ്മൾ എന്തിനാണ് ബ്രോഡ്വേ പോകുന്നത്? നമുക്കറിയില്ല. ഗിഫ്റ്റ് വാങ്ങിക്കാൻ. ഗിഫ്റ്റ് വാങ്ങിക്കാൻ ഞങ്ങൾ ബ്രോഡ്വേ. ആക്ച്വലി വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ അല്ലേ? അതെ. ആരൊക്കെ വരുന്നുണ്ട്? കുറേ പേര്. കണ്ടോ? ഇല്ല, കുട്ടിയില്ലോ. ട്രെയിനിൽ കുറെ പേരൊന്നുമില്ല, ഒരാളത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിൽഷാന, സേ ഹായ്. ബാക്കി ചിലവര് നമ്മളെ ജോയിൻ ചെയ്യും. നമ്മളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇസ് എവിടെയാ? മെട്രോ. കുപ്പിയോള. കുപ്പിയോള ഇസ് ആക്ച്വലി എ വെരി ഫേമസ് പ്ലേസ് ഓവർ ഹിയർ. അപ്പൊ നമുക്കിനി കുപ്പിയോളയെ വെച്ച് കാണാം ഗൈസ്. ഇതാണ് ഇവിടുത്തെ ഫേമസ് കുപ്പിയോള എന്ന് പറഞ്ഞ ഷോപ്പ്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം കിട്ടും. ഗേൾസിന് അത്യാവശ്യമുള്ള എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ കുറേ മനോഹരമായ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ആസ് ഐ സെഡ്, കണ്ടോ, എല്ലാം അവൈലബിൾ ആണ്. കമ്മല്, മാല, ഗിഫ്റ്റ് ഐറ്റംസ്, ഓൾമോസ്റ്റ് എവറിത്തിങ് ഇസ് ദെയർ. ഇപ്പം നമ്മളിവിടെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കിട്ടുമോ ഇല്ലയോ എന്നറിയത്തില്ല, ബട്ട് അത് വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങൾ 3 പേർക്ക് ബോയ്സിനെയാണ് കിട്ടിയിരിക്കുന്നത്. സോ വി ഹാവ് ലൈക്ക് 0 clue what to purchase. ബട്ട് ദെൻ നമുക്ക് നോക്കാം കിട്ടുമോ ഇല്ലയോ എന്ന്. ഇവിടെ അങ്ങനെ ഇവിടെ എല്ലാം ഉണ്ട്, പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച സംഭവം കിട്ടിയിട്ടില്ല. ബിക്കോസ് ഞങ്ങൾക്ക് 2 പേർക്കും ബോയ്സിനെയാണ് കിട്ടിയത് അല്ലേ ദിൽഷാന? അതെ. എന്ത് കൊടുക്കുന്നില്ല, എന്ത് കൊടുക്കും? മഞ്ഞ 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 ബൾബുകൾ, നല്ല മഞ്ഞ സ്റ്റാർ ഉണ്ട്, വെറൈറ്റി സ്റ്റാർസ് ഉണ്ടല്ലേ. വാങ്ങിച്ചു കൊടുത്താല് വേണ്ട, നമ്മളങ്ങനെ തെരഞ്ഞോണ്ടിരിക്കാം. അച്ഛെടുക്കുന്നുണ്ടോ? ഇറങ്ങി അവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഇസ് ബ്രോഡ്വേ. അങ്ങനെ ബസ്സിൽ കുറേ നേരം നിന്ന് ഫൈനലി ഒരു സീറ്റ് കിട്ടി. സോ മൊത്തത്തിൽ ബസ് യാത്ര വാസ് നോട്ട് സോ സുഖകരം. അങ്ങനെ ഞങ്ങൾ ബ്രോഡ്വേയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് മൈ ഫ്രണ്ട്സ് രഞ്ജിനി ആൻഡ് ദിൽ. ഇതിൽ വീഡിയോ കണ്ട അപ്പം തംസപ്പ് ആണ്, അല്ലെങ്കിൽ അത് വിട്ടൊരു കളിയില്ല. സോ അങ്ങനെ നമ്മൾ ഫൈനലി ബ്രോഡ്വേ എത്തി. സെന്റർ എന്താ വാങ്ങിക്കാൻ പോണേ? ഷൂസ് അടിച്ചു കൊടുത്താലോ? 100 രൂപയ്ക്ക്. ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് അല്ലേ? 100 രൂപയ്ക്ക് ഞങ്ങളിന്ന് അത്രയ്ക്ക് പൊളിക്കും. അതെ, അതിൽ കൂടുതൽ നമ്മൾ മേടിച്ചു കൊടുക്കരുത്. ബ്രോഡ്വേ ഫുള്ള് സാന്റാസ് കൊണ്ട് ഫില്ലായിരിക്കുകയാണ്. Like it's like Santas everywhere. I mean, of course, Christmas എന്ന് പറയുമ്പോൾ Santas ഒക്കെ വേണമല്ലോ. But there's this shop and oh my god, the Santa looks so cute, guys. I really liked it. സോ നല്ല തിരക്കുണ്ട്. നല്ല തിരക്ക് മതലബ് ഒരു മീഡിയം തിരക്കുണ്ട്. കാരണം നമ്മൾ പോയതൊരു ഐ ഗസ് ഒരു 6 o'clock ആ ഒരു സമയത്താണ് പോയത്. അപ്പോൾ വലിയ ഭയങ്കര തിക്കും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഉണ്ട്, ഒരു മിനിമൽ എമൗണ്ടിൽ തിരക്കുണ്ടായിരുന്നു. കിട്ടിയോ? മിഷൻ ഫെയിൽ. കുറേ നേരം നടന്നിട്ടും നമ്മൾ ഗിഫ്റ്റ് എടുക്കൽ അങ്ങോട്ടൊരു പുരോഗമനം ഉണ്ടാവുന്നില്ല. സോ ദിൽഷാൻ വാസ് ലൈക്ക്, എന്തായാലും നാളെ ഇടാൻ ഡ്രസ്സില്ല ഗൈസ്, നമുക്ക് പോയിട്ട് എനിക്ക് എന്തെങ്കിലും എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഒരു ടോപ്പ് നോക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയിരിക്കുകയാണ്.
അങ്ങനെ നടന്ന് ക്ഷീണിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കാം എന്നിട്ട് നടക്കാം എന്ന് വിചാരിച്ചു. ബിക്കോസ് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ നടപ്പ് മാത്രമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ വാങ്ങിച്ചേ? ഞാനൊന്നും വാങ്ങിച്ചില്ല. നമുക്ക് ഓരോ കടി വെച്ച് കടിക്കാം. അതാണ് നമ്മുടെ പ്ലാൻ. അതാണ് നമ്മുടെ സൗഹൃദത്തിന്റെ ഒരു അതെ, സാൻഡ്ര എന്നിട്ട് മൈൻഡ് ചെയ്യുന്നില്ല ഗൈസ്. ആതിര തരാന്ന് പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് കടി അയച്ചോ. കുറേ അലഞ്ഞ് തിരിഞ്ഞ് ഫൈനലി ദിൽഷാനയ്ക്ക് ഗിഫ്റ്റ് കിട്ടി ഗൈസ്. അവളൊരു ചെറിയ സാന്റനെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊരു കടയിൽ പോയി റാപ്പ് ചെയ്യുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹാപ്പി അല്ലേ? ഞാനല്ല ഓണർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ ധൈര്യം ഇട്ടിട്ടു. സോറി. സെൻട്രൽ വെരി യുവർ ഗിഫ്റ്റ് ഷോ. റിവീലല്ലേ? ഇല്ല, എല്ലാം കാണിച്ചു തന്നിട്ട് ഞാൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ഡോണ്ട് വറി. എന്റെ ചാനൽ അങ്ങനെ ആരും കാണാറില്ലാത്തോണ്ട് വലിയ വിഷയമില്ല. ഗൈസ്, ഞങ്ങൾ സക്സസ്ഫുള്ളി തിരിച്ചു പോവുകയാണ് ഗൈസ്. എല്ലാരും ഹാപ്പി അല്ലേ ഗൈസ്? എല്ലാരും നിങ്ങൾ എന്താ? ഞാൻ യൂട്യൂബിന് വീഡിയോ എടുക്കാണ്. പ്ലാറ്റ്ഫോം കുറച്ച് ബുദ്ധി കൂടിയാലില്ല പ്രശ്നം. അതല്ലേ? യെസ്, ലാൻഡഡ്. Anyway, so shopping കഴിഞ്ഞിട്ട് we are going back. കുഴഞ്ഞു guys. Yeah, look at everyone's face. ഷാപ്പ് പിടിക്കാൻ പറ്റുന്ന കുറെ പേര് അവിടെ നിൽക്കുന്നുണ്ട്. അവളിപ്പോ കൈ ഇങ്ങനെ കാണിക്കും. ഇല്ല, കണ്ടില്ല. ഓക്കെ ബൈ. അപ്പൊ നാളെ സെലിബ്രേഷന് കാണാം. നമ്മളൊക്കെ നല്ല വായിച്ചിരിക്കണം അല്ലേ? ഇതുപോലെ ആയിരിക്കത്തില്ല നാളെ. ഹലോ, അസ്സലാമു അലൈക്കും. സോ ഗൈസ്, ഇപ്പൊ സമയം ഒരു 1:30 ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ ലഞ്ചൊക്കെ കഴിച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സോ ഇന്നാണ് നമുക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ ഉള്ളത്. ഇന്നലെ ഫുള്ള് പർച്ചേസും തിരക്കൊക്കെ ആയിട്ട് ആസ് യു ഹാവ് സീൻ വി ആർ ലൈക്ക് ഹാഫ് ഡെഡ് ആയിരുന്നു. അപ്പോൾ ആരും ഇന്ന് രാവിലെ ക്ലാസ്സിൽ പോയിട്ടില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബിക്കോസ് ഞാൻ പോയിട്ടില്ല ഗൈസ്. അവർ പോയിട്ടുണ്ടാവും. മാക്സിമം എല്ലാവരും വരുന്നില്ല എന്നാണ് പറഞ്ഞത്. സോ അപ്പം ഇന്ന് രാവിലെ ക്ലാസ്സിൽ പോയിട്ടില്ല. ബിക്കോസ് പ്രോഗ്രാം ഉച്ചയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 1:30 ഒരു 2:30 ആകുമ്പോഴത്തേക്കും ഇവിടുന്ന് ഇറങ്ങണം. സോ അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് വാവായിട്ട് കാണാം. നമ്മള് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് സെലിബ്രേഷന് പോവാണ് ഗൈസ്. പോലെ യെസ്, എവറിത്തിങ് ഇസ് റെഡി. നേരെ അങ്ങോട്ട്. ദിൽഷാൻ, ആർ യു എക്സൈറ്റഡ്? കുറച്ച് കാശ് പോയതിന്റെ വിഷമം. അങ്ങനെ 100 രൂപയെ ചെലവാക്കുള്ളൂ പറഞ്ഞാൽ ഞാൻ 200 പൊട്ടിച്ചിട്ടാണ് ഇരിക്കുന്നത്. വി ഹാവ് റീച്ച്ഡ് അവർ ക്ലാസ് റൂം. എല്ലാവരും അവരവരുടെ ഗിഫ്റ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും എക്സൈറ്റഡ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് സെലിബ്രേഷൻ്റെ ഏരിയയിലാണ്. ലൈക്ക് എവിടെ വരെ എത്തി സെലിബ്രേഷൻസ് എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും എവിടെയും എത്തിയിട്ടില്ല. അവരത് ഡെക്കറേഷൻ വർക്ക്സ് ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ സ്റ്റിൽ വർക്കിംഗ് ഓൺ ഇറ്റ്. അപ്പോൾ നമ്മൾ തിരിച്ച് ക്ലാസ്സിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പോയതും നമ്മൾ വൈകാതെ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുത്തു തുടങ്ങി. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ആണ് ഇപ്പോൾ കാണുന്നത്.
സംഭവം എന്താ പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ പേര് പറയാൻ പറ്റില്ല. ഐ മീൻ നമ്മുടെ പേരിൽ നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത് അവരുടെ നെയിം ഡയറക്റ്റ്ലി പറയാൻ പറ്റില്ല. ഇൻസ്റ്റെഡ് വി ഹാവ് ടു ഗിവ് എ ക്ലൂ. ലൈക്ക് ഒരു ക്ലൂ വെച്ചിട്ട് വേണം അവരുടെ പേര് പറയാൻ. ആൻഡ് ദെൻ എവരിവൺ ഹാവ് ടു ഗെസ് ദാറ്റ് പേഴ്സൺ. ഇതാണ് ഹൃതിക്. ഇവന് കിട്ടിയ ഗിഫ്റ്റ് കാണണം എന്ന് എല്ലാവർക്കും ഭയങ്കര നിർബന്ധം. അപ്പോൾ അവൻ എന്തിനാ കത്തിയൊക്കെ എടുത്താണാവോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാൻ എല്ലാവർക്കും ഭയങ്കര ഒരു ആവേശത്തിലായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് വെരി ഹെവി. പിന്നെ തുറന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് സംഭവം തണ്ണിമത്തനാണെന്ന്. എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് അർജുനായിരുന്നു. അർജുനായിട്ടാണ് ഏറ്റവും കുറവ് ഇൻട്രാക്ഷൻ ഉള്ളത്. അപ്പോൾ പിന്നെ ലൈക്ക് എന്ത് കൊടുക്കണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് മൊമെന്റിലാണ് എന്നാൽ ശരി ഒരു ഫെറോ റോഷറിൻ്റെ ഒരു ബോക്സ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അതാണ് ഗിഫ്റ്റ് ചെയ്തത്. ആരുടെയോ ഗിഫ്റ്റ് ആണെങ്കിലും ഇവക്കത് ഇഷ്ടമായി. നിനക്ക് തരായിരുന്നു ഇഷ്ടപ്പെട്ട് ചോദിച്ചോക്ക. ആരാണെങ്കിലും ഇത് കാണുന്നവരൊക്കെ അവൾക്ക് ഇത് കൊടുത്താണ്. These are the penteries. വേണ്ട നമ്മളിപ്പോ സാൻഡ്രയ്ക്ക് വിശക്കണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കാൻ പോകും. പരിപാടി തുടങ്ങിയിട്ടില്ല ഗൈസ്. കുറച്ചുകൂടി കഴിയും തുടങ്ങാം. ചൂടിനെ കൂടെ ഒരു ഡിപ്പിനെ ഡ്രൈ ആയിപ്പോയി. ഡ്രൈ അല്ല, തണുപ്പോയി. ഒരു ബണ്ണും കൂടി വാങ്ങിക്കാം. അപ്പൊ സെറ്റ്. 75 എത്ര ഇതിന്? 8 രൂപ. 8 രൂപയ്ക്ക് കുഴപ്പമില്ല. സോ നൗ വി ആർ ഗോയിങ് ടു ഫലാഫിൽ ദുബായ്. അവിടെ പോയിട്ട് 40 രൂപയ്ക്ക് ഷവർമയും പറ്റുമെങ്കിൽ ഒരു കോഫിയും കുടിക്കാൻ പോവാണ്. നമ്മുടെ പ്രോഗ്രാമൊന്നും തുടങ്ങുന്നില്ല ഗൈസ്. തേങ്ങ പ്രോഗ്രാം തുടങ്ങുന്നതിൻ്റെ മുൻപായിട്ട് വിശന്നത് എനിക്കല്ല, സാൻഡ്രയ്ക്കാണ്. ബട്ട് സ്റ്റിൽ നമ്മളാ വിശപ്പൊന്ന് അവക്കും നമുക്കും കൂടി മാറ്റാൻ വേണ്ടി വി ആർ ഗോയിങ് ടു ഫലാഫിൽ ദുബായ്. ഇത് ഇവിടുത്തെ അത്യാവശ്യം സ്റ്റുഡൻറ്റ്സ് ഫ്രണ്ട്ലി ആയൊരു ഷോപ്പാണ്. ബിക്കോസ് നമുക്കിവിടെ 40 രൂപയ്ക്ക് ഷവർമ കിട്ടും, യുനോ ഗൈസ്. അപ്പോൾ നല്ലതല്ലേ 40 രൂപയ്ക്ക് ഷവർമയ്ക്ക്. അതുകൂടാതെ കുറേ പലഹാരങ്ങളും ബിരിയാണി ഓൾമോസ്റ്റ് എല്ലാം കിട്ടും ഇവിടെ. ഫുഡ് ഐറ്റംസ്. ഇവിടുത്തെ കോഫി നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ ഇവിടുന്ന് കോഫി കുടിക്കുകയാണെങ്കിൽ ഇവിടുന്ന് കുടിക്കാറ്. സോ ഞാൻ ഒബ്വിയസ്ലി കോഫി ഓർഡർ ചെയ്തു. ദിൽഷാൻ ഓർഡേർഡ് ലൈം ജ്യൂസ് ആൻഡ് സാൻഡ്ര വെന്റ് ഫോർ എ സോഡ. പിന്നെ നമ്മുടെ വെയിറ്റിംഗ് സ്റ്റാർ ഷവർമ ലാൻഡ് ചെയ്തു. ട്രസ്റ്റ് മീ ഗൈസ്, 40 രൂപയ്ക്ക് ദിസ് ഇസ് സച്ച് എ വർത്ത് ഷവർമ. അടിപൊളിയാണ്. അപ്പോൾ കൊച്ചിയിൽ ആരെങ്കിലും കാണുന്നെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ ട്രൈ. ഇറ്റ്സ് റിയലി ഗുഡ് വൺ. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മെസ്സേജ് വന്നു ദാറ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും ഡിപ്പാർട്ട്മെന്റിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ചെറിയ ഗാർഡൻ ലേക്ക് സെറ്റപ്പ്. ഇവിടെ വെച്ചിട്ടാണ് പ്രോഗ്രാം ഫുള്ള് ഹോസ്റ്റ് ചെയ്യപ്പെടുന്നത്.
പിള്ളേരൊക്കെ വന്നു തുടങ്ങി. നേരത്തെ നമ്മൾ വന്നപ്പോൾ കണ്ടല്ലോ ഫുൾ കളിയായിരുന്നു. ബട്ട് ഇപ്പോൾ ഫില്ലാവാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ ഗെയിംസും പാട്ടും എല്ലാം ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. സോ നമുക്ക് നോക്കാം. സോ ഗൈസ്, ആദ്യം ഒരു ട്രഷർ ഹണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ട്രഷർ ഹണ്ട് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഈ ബലൂൺ വീർപ്പിച്ച് പൊട്ടിക്കുന്ന ഒരു ഗെയിമായിരുന്നു. ലൈക്ക് 5 minutes ഉണ്ടാവും. ഈച്ച് ടീം ഷുഡ് കണ്ടെയ്ൻ ലൈക്ക് 3 participants. എന്നിട്ട് ആ 5 minutesനുള്ള ഏറ്റവും കൂടുതൽ ബലൂൺ വീർപ്പിച്ച് പൊട്ടിക്കുന്നത് ആരാന്നാണ് ഇതിൽ നോക്കുന്നത്. നിന്നെ കാണും നേരം തൊട്ടുള്ളം തേടിപ്പായും തിരകൾ അലതല്ലും ഇടനെഞ്ചിൻ കോണിൽ. ഓ നിന്നെ കാണും നേരം തൊട്ടുള്ളം തേടിപ്പായും തിരകൾ തല്ലും ഇടനെഞ്ചിൻ കോണിൽ. തേനായി സ്നേഹം തേൻവരിക്കയായി പൂവായി. ഇതൊരു വെറൈറ്റി ഗെയിമായിരുന്നു ഗൈസ്. നമ്മൾ കൈ ഉപയോഗിക്കാതെ സ്ട്രോ വെച്ച് കപ്സ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് ഏറ്റവും കൂടുതൽ കപ്സ് കിട്ടുന്നത് ആരാണോ അവരായിരിക്കും വിന്നർ. ആൻഡ് ദ സ്ട്രാറ്റജീസ് എവ്രി വൺ യൂസിങ് ഭയങ്കര വെറൈറ്റി സ്ട്രാറ്റജിയാണ്. ചിലരൊക്കെ നിലത്ത് ഇരിക്കുന്നു, ചിലരൊക്കെ നിൽക്കുന്നു. ഇറ്റ് വാസ് വെരി ഫൺ ടു വാച്ച് ദീസ് പീപ്പിൾ ഡൂയിങ് ഇറ്റ്. മറുവാക്കിനു കൊതിയുമായി നിൽക്കയാണു പിരിയാതെ. അഴകേ വാ അരികേ വാ മലരേ വാ തിരികെ ഒന്ന് മോൻ കാണിക്കോ പ്ലീസ് 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 പ്ലീസ്. Guys, how was the night?